കില്ലാടികളെ നമ്മുടെ കാർത്തിക് സൂര്യ, നമ്മുടെ മഴവിൽ മനോരമയിലെ ബമ്പർ സീരിയൽ ആങ്കറായ കാർത്തിക് സൂര്യയും പിന്നെ നമ്മുടെ വ്ളോഗർ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നൈസാണ് കില്ലാടികൾ. പുള്ളിക്കാരൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം 3 മില്യൺ എബോവ് ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ട് യൂട്യൂബിൽ. പുള്ളിക്കാരൻ വീഡിയോസും കാര്യങ്ങളൊക്കെ നൈസാണ് കില്ലാടികൾ. അപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ആൾ കല്യാണവും റിസപ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ നോർമലി ഇപ്പോൾ ഏത് സെലിബ്രിറ്റീസ് ആണെങ്കിലും ഇപ്പോൾ ആരായാലും ഇപ്പോൾ അവിടെ കുറേ ഓൺലൈൻ മീഡിയസ് ഉണ്ടാവും. സീരിയസ്ലി എന്താ വെച്ചാൽ നീലക്കോയിൽ, പച്ചക്കോയിൽ, പിന്നെ അങ്ങനത്തെ കുറേ കുയിലുകളുണ്ടാവും, കുറേ കാക്കകളുണ്ടാവും, അങ്ങനത്തെ കുറേ ഓൺലൈൻ മീഡിയസ് ഉണ്ടാവും കില്ലാടികൾ. അപ്പോൾ എന്താ വെച്ചാൽ ഇവരെ ഇപ്പോൾ നമ്മൾ കല്യാണത്തിന് ഞാൻ വ്ളോഗ് എടുത്ത് കണ്ടു കാർത്തിക് ചേട്ടൻ്റെ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ മീഡിയസിന് ആരെയും കയറ്റി വിടേണ്ടതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഓൺലൈൻ മീഡിയസ് അവിടെ എങ്ങനെയൊക്കെ തുറന്ന് കയറിയില്ലേ, അത് അവരങ്ങനെയാണ്. ഇപ്പോൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിൽ കയറിപ്പോകും, എവിടെ ഏത് ആംഗിൾ വേണമെങ്കിൽ അവർ വീഡിയോ എടുക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത കില്ലാടികൾ. അപ്പോൾ നമ്മളല്ല നോർമലി പെമ്പിള്ളേരൊക്കെ സൂക്ഷിക്കണം. സോ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം കഴിഞ്ഞിട്ടാണ് കില്ലാടികൾ അവിടെ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ നടന്നത് ഇപ്പോൾ കാർത്തിക് ചേട്ടൻ്റെ. അപ്പോൾ എന്ന് വെച്ചാൽ റിസപ്ഷൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഓൺലൈൻ മീഡിയസ് വരികയാണെങ്കിൽ ഈ ഒരു സൈഡാണ് അവർക്ക് വീഡിയോ എടുക്കാൻ കാര്യങ്ങളൊക്കെ ഒരു സ്പേസ് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ കുറേ സെലിബ്രിറ്റീസ് കാര്യങ്ങൾ വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസപ്ഷൻ പറഞ്ഞ പിന്നെ യൂട്യൂബറാണ്, പുള്ളിക്കാരൻ ആങ്കറാണ്. അപ്പോൾ ഫുൾ സെലിബ്രിറ്റീസ് കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ ആൾക്കാർക്ക് വരിക. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ വന്ന സമയത്ത് നമ്മുടെ സാബു ചേട്ടൻ വന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർത്തികേട്ടൻ്റെ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരാണല്ലോ, എന്ന് വെച്ചാൽ ജഡ്ജസ് ആയിട്ട് നമ്മുടെ ബമ്പർ സീരി ഇരിക്കുന്ന ആൾ, പിന്നെ നല്ല കമ്പനിയാണ് കില്ലാടികൾ അവർ തമ്മിൽ. അപ്പോൾ സാബു ചേട്ടൻ വന്നു കില്ലാടികൾ. സാബു ചേട്ടൻ വന്ന സമയത്ത് ബാക്കി എല്ലാ സെലിബ്രിറ്റീസിനും വീഡിയോ എടുക്കുന്നുണ്ട്, ഇവരൊക്കെ ഉള്ളിൽ പോകുന്നുണ്ട്. പക്ഷേ സാബു ചേട്ടൻ വന്നപ്പോൾ സാബു ചേട്ടൻ വേറെ ലെവൽ കില്ലാടികൾ. ഇപ്പോൾ ഓൺലൈൻ മീഡിയനൊക്കെ അണ്ണാക്കിൽ കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാബു ചേട്ടൻ എല്ലാവരും വീഡിയോ എടുത്തു കില്ലാടികൾ. നിങ്ങളാണ് വലിയ സെലിബ്രിറ്റീസൊക്കെ പറഞ്ഞിട്ട് അവരുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ചാനൽസിലൊക്കെ. ഇപ്പോൾ നീലക്കോയിലും പച്ചക്കോയിലും എല്ലാവരും മുഖം മറിച്ചു കില്ലാടികൾ. എന്ന് വെച്ചാൽ ഇവരെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇപ്പോൾ ഓൺലൈൻ മീഡിയസിലുള്ള ക്യാമറാമാന്മാരെയോ അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിന്മാരെയൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ വെച്ചാൽ നമുക്കും കാണുന്ന ഒരു ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ സാബു ചേട്ടൻ അത് കാണിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൻ വിവാദമായിരിക്കും. ഇല്ല, വിവാദമൊന്നുമല്ല, ന്യൂസിലൊക്കെ വന്നു, അങ്ങനെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ഒക്കെ അതാണ്. നല്ല കാര്യങ്ങളില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും വിചാരിച്ച സംഭവമാണ്. അപ്പോൾ നമ്മളവിടെയൊക്കെ വരികയാണെങ്കിൽ ഇവൻ നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കും ഇവരൊക്കെ. എന്ന് വെച്ചാൽ ഇവരാണ് നീലക്കോയിൽ, അല്ലെങ്കിൽ ഇവരാണ് പച്ചക്കോയിൽ, ഇവരാണ് കാക്ക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളടുത്ത് കാണിക്കും സീരിയസ്ലി. പക്ഷേ നമ്മുടെ അടുത്തേക്കൊന്നും വരില്ലല്ലോ. അപ്പം പിള്ളേരുടെ അടുത്തേക്കാണ് പോകുന്നത്. പിന്നെ എന്താ വെച്ചാൽ അവർ പേടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ചില പിള്ളേർ പിന്നെ ഇതന്നെ തൊഴിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിനൊക്കെ റീച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ അവർ നമ്മൾ ഷൂട്ട് ചെയ്തോ, നിങ്ങൾ ഷൂട്ട് ചെയ്തോ പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ കാണിക്കും. ചില പിള്ളേർ എല്ലാവരും പറഞ്ഞാൽ ചില സെലിബ്രിറ്റീസ്. ബാക്കി ചിലരെന്താ വെച്ച് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് അതൊന്നും കാര്യമില്ല കില്ലാറ്. ഇപ്പം എന്തൊക്കെ റിയാക്ട് ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവർ സിമ്പിളായി വീഡിയോ എടുക്കുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ് ടു ഡേറ്റ് ആട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ പരിപാടി ഇപ്പോൾ 10 മണിക്ക് നടക്കണമെങ്കിൽ ഇവർ വീഡിയോ എടുക്കും, 10 കാലം പോസ്റ്റ് ചെയ്യില്ലല്ലോ. അവർ ഒരു സെലിബ്രിറ്റി അവിടെ വന്നു കഴിഞ്ഞാൽ 10 കാലം പോസ്റ്റ് ചെയ്യും. അതാണ് അവരുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സാബു ചേട്ടാ വീഡിയോ എടുക്കുന്ന സംഭവമുണ്ട് നീലക്കുയിൽ പച്ചക്കുയിലിനൊക്കെ. അപ്പോൾ ഞാൻ ആ വീഡിയോ ചെറുതായി പ്ലേ ചേട്ടാ. റെയിലാണ് കില്ലാടികളെ കണ്ടു നോക്കുക. ഇതാണ് നീയാണ് നീലക്കുയില്. അത് നീ എന്തിനാ വിളിക്കുന്നേ? ഇവന്മാരെ ഇപ്പോഴേ കാണാൻ കിട്ടുള്ളൂ. എന്റെ മുഖം എടുത്തിട്ടേ പോകുള്ളൂ. അത് ശരി, നന്നായിട്ടുണ്ട്. അത് ഒന്നുമില്ല, വേറൊന്നുമല്ല, നിങ്ങളെയൊക്കെ ഇപ്പോഴേ ഒരുമിച്ച് കിട്ടുമല്ലോ. മുഖംമൂടിയുണ്ട്. ഇതാണ് റിസപ്ഷൻ, ഇതല്ലേ കല്യാണം. ഇവിടെ ഒരാൾ ഓടി. എങ്ങനുണ്ട് കല്യാണം? എങ്ങനുണ്ട് റിസപ്ഷൻ? റിസപ്ഷൻ എങ്ങനെയുണ്ട്? അത് നിങ്ങളുടെ ഐഡന്റിറ്റിക്ക് നിങ്ങൾക്ക് പേടിയുണ്ടോ? നിങ്ങളല്ലേ സെലിബ്രിറ്റി? അല്ലല്ലേ, നിങ്ങളെ ഞാൻ പറയുന്ന പാപ്പരാസീസാണ്. അപ്പൊ നിങ്ങൾ പാപ്പരാസീസ് ഓൾസോ സെലിബ്രിറ്റീസ്. നീ നീലക്കോയിലാണ്. നീയാണോ നീലക്കോയില്? എടാ ബ്ലൂ ഫിലിം എന്ന് കേട്ടിട്ടുണ്ട്, നീലക്കോയില് ഞാൻ ആദ്യം കേൾക്കുന്നതാണ്. നീ എന്തിനാടാ ഇതിന്റെ ഇടയിൽ? ഞാൻ പാപ്പരസികളെ പിന്നെ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ നീ എന്തിനു വന്നു? ഇല്ല, ഞാൻ ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോ കാണാറുണ്ട്. കാരണം നീ പെമ്പിള്ളേരുടെ വേറെ ആംഗിളിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതാണ് ലോ ആംഗിളിന്റെ കേട്ടില്ലോ. എന്റെ ലോ ആംഗിൾ ഇല്ലല്ലോടാ, എന്റെ ലോ ആംഗിളാ. എല്ലാരും കിട്ടിയെന്ന് കേട്ടെ. ഇത് നീലക്കോയിലല്ലേ, ഇത് കള്ളക്കുയിൽ. കള്ള സാധനം വിളിക്കുന്നത് ഏതോ കേസിലെ പ്രതിയാണ് കേട്ടോ ഇത്. കാര്യം എന്തെന്നറിയാം, മുഖം വെളി വന്നു കഴിഞ്ഞാൽ അപ്പൊ അകത്താണ്. എന്നോടാ ബാലാന്നല്ലേ ഈ പുള്ളിക്ക് വരാൻ മടിയാണ്.
ഇല്ലേ ഇല്ല. എല്ലാവർക്കും ഒരു ഇതുണ്ട്. എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ക്യാമറ ഫേസ് ചെയ്യും. അണ്ണന്റെ ഫോണല്ലേ ഇത്? ആ എന്റെ ഫോൺ. അപ്പോൾ അതാണ് കിലടല കണ്ടില്ലേ എന്ന് വെച്ചാൽ നല്ല കാര്യം. മറ്റേ നീലക്കുയിലെ കണ്ടല്ലോ കിലടല നിങ്ങൾ. ഇത് ഒരു അഡ്മിറ്റ് ആണ് എന്ന് വെച്ചാൽ നീലക്കുയിലെ 2 അഡ്മിറ്റ് ഉണ്ടെന്ന് പറയുന്നത്. മറ്റവനെ ഞാനും കണ്ടിട്ടില്ല കിലടല. വേറെ ഒരുത്തൻ ഇവനെ ഞാൻ കണ്ടിട്ടില്ല, മറ്റേ വേറെ ഒരുത്തനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 2 പേരാണോ ഇനിയിപ്പോൾ ഓരോ ജില്ലയിൽ ഒരുത്തനുണ്ടോന്ന് അറിയില്ല. നമ്മുടെ പാലക്കാട് ഒരു പ്രോഗ്രാം വന്ന സമയത്ത് അവൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പരിചയപ്പെട്ടു കിലടല. അപ്പോഴാണ് അതിൻ്റെ ഒരു മുഖത്തിന് നേരിട്ട് കാണുന്നത്. ഞാൻ വിചാരിച്ചു ഒരാളാണ് അഡ്മിൻ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒരു വലിയ ടീമാണ് കിലടല. ഇനിയിപ്പോൾ 2 പേരാണോ അതിൽ കൂടുതൽ പേരാണോ അറിയില്ല. എന്തായാലും ഇവന്മാർക്കുള്ള മെയിൻ പണി എന്ന് പറഞ്ഞാൽ നീലക്കുയിലെന്നല്ല ഏതൊരു ഓൺലൈൻ മീഡിയ ആണെങ്കിലും ഇവന്മാർ എന്ത് വെച്ച് കഴിഞ്ഞാൽ പെമ്പിളുടെ അവിടെ ഇവിടേക്കാണ് വീഡിയോ എടുക്കുന്നത്. സീരിയസ് ആയിട്ട് ഇല്ലടല്ലേ. അതെന്ന് വെച്ചാൽ അവർ പെർമിഷൻ പോലും ഇല്ലാതെ ഇവന്മാരൊക്കെ സീരിയസ് ആയിട്ട് ഇല്ലടല്ലേ. എന്താ ചെയ്യേണ്ടത് ഇവന്മാരൊക്കെ? ഇവന്മാരുടെ ആരെങ്കിലും ഇനിയിപ്പോൾ റിലേഷൻ വരുന്ന സമയത്ത് അങ്ങനെ വീഡിയോ എടുത്തിടണം. അപ്പോഴേ ഇവന്മാർക്ക് കിട്ടുള്ളൂ. പക്ഷേ ചിലർ ഇത് ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലട ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ട് വൈറലാവണം, ഇല്ലെങ്കിൽ ഗോസിപ്പ് ത്രൂ വൈറലാവണം എന്നൊക്കെ പറഞ്ഞിട്ട് ചില സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സാബു ചേട്ടൻ കൊടുത്തത് നല്ല കാര്യം. സീരിയസ് ആയിട്ട് എന്ന് വെച്ചാൽ ഇവരൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റി. ഇവൻ പിന്നെ അതുകൂടാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീലക്കുയിലില്ല എനിക്ക് ഇവൻ്റെ അടുത്ത് കാണുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മുമ്പ് ഞാൻ പറഞ്ഞു മറ്റവനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവൻ 2 പേരാണെന്ന് പറഞ്ഞു. അവൻ്റെ ചോദിച്ച സമയത്ത് 2 പേരാണ് ഞങ്ങൾ അഡ്മിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ എനിക്ക് കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. സാബു ചേട്ടാ താങ്ക് യു. എന്തായാലും ഇവന്മാർ കൊടുത്തു നന്നായി. പക്ഷേ ഇവന്മാരൊന്നും മാറില്ല ഇല്ലട്ടല്ലേ. എന്ന് വെച്ചാൽ ഇനിയും ഇവന്മാർ വീഡിയോസ് എടുത്തിട്ടും പക്ഷേ ഇതിൽ കാണാൻ ആൾക്കാരുണ്ട് കേട്ടോ. അത് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ആൾക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആയിട്ടുള്ള വരും ഗോസിപ്പ് സാധനങ്ങളൊക്കെ. അപ്പോൾ അത് മെയിനായിട്ട് കാണാൻ ആൾക്കാരുണ്ട്. നല്ല കാര്യമില്ലടേ. എന്തോ അങ്ങനെ ആയിക്കൊണ്ട് പോട്ടെ. അപ്പോൾ അതേ പറയാനുള്ളൂ. അപ്പോൾ സാബു ചേട്ടൻ ആണ് അന്നത്തെ പരിപാടിയിൽ മാസ് എന്ന് ഞാൻ പറയും. അത് കാർത്തിക് ചേട്ടൻ്റെ വെഡിങ് റിസപ്ഷൻ പരിപാടിക്ക് പോയ സമയത്താണ്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ അടുത്ത പരിപാടിക്കുള്ള ഇവരെന്താ വെച്ചാൽ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഡേ ടു ഡേ എത്ര എണ്ണം അറിയില്ല. ഒരു സിമ്പിൾ ഒരെണ്ണം ഇല്ല 10-15 അതിൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. എന്നുവെച്ചാൽ ഷോർട്ട് എടുക്കുന്നു അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നു. അത് ഓരോ വീഡിയോസ് റീച്ച് ആവും, ഫോളോവേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എന്തോ പോട്ടെ ഇല്ലല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരാം.